ഒരു ദിവസം രാവിലെ 9 മണിക്ക് ശേഷം മഞ്ഞ നിറമുള്ള സാരിയുടുത്ത ഒരു സാധാരണ ഗ്രാമീണ സ്ത്രീയെപ്പോലെ തോന്നിപ്പിക്കുന്ന ഒരാൾ പതിയെ നടന്ന് മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു. ഇത് മറ്റാരുമല്ല, ജില്ലയിലെ SP മാഡം കവിത ചൗഹാനായിരുന്നു. അതാർക്കും മനസ്സിലായില്ല. സത്യത്തിൽ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് കവിത ചൗഹാൻ ബോധപൂർവം ഈ വേഷം ധരിച്ചത്. പഴയ ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ വഴിയരികിലെ തട്ടുകടയിൽ നിന്ന് മോമോസ് കഴിക്കാമെന്ന് അവർ വിചാരിച്ചു. അല്പം മുന്നോട്ട് നടന്നപ്പോൾ 50 വയസ്സ് തോന്നിക്കുന്ന ഒരു മെലിഞ്ഞ വൃദ്ധൻ മോമോസ് വിൽക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. കവിത പതിയെ നടന്ന് തട്ടുകടയുടെ അടുത്തെത്തി. അങ്കിൾ, ഒരു പ്ലേറ്റ് മോമോസ് തരൂ എന്ന് പറഞ്ഞു. അങ്കിൾ പുഞ്ചിരിയോടെ ചൂടുള്ള മോമോസ് പ്ലേറ്റിലാക്കി കവിതയുടെ കയ്യിൽ കൊടുത്തു. മോമോസ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ കവിത ചൗഹാന്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. കുട്ടിക്കാലം മുതൽ അവൾക്ക് മോമോസ് വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ ഔദ്യോഗിക തിരക്കുകൾ കാരണം അത്തരമൊരു അവസരം അവർക്ക് വളരെ കുറവായിരുന്നു. അവർ നിശബ്ദമായി അതിന്റെ രുചി ആസ്വദിക്കുമ്പോഴാണ് ഒരു ഇൻസ്പെക്ടർ 3-4 പോലീസുകാരുമായി അവിടേക്ക് വന്നത്. അവർ തട്ടുകടയുടെ അടുത്തു നിന്നിട്ട് ദേഷ്യത്തോടെ പറഞ്ഞു, "എടോ കിഴവാ, വേഗം പണമെടുക്ക്." പെട്ടെന്നുള്ള ആ ശബ്ദം കേട്ട് വൃദ്ധനായ മോമോസ് വിൽപ്പനക്കാരൻ പരിഭ്രമിച്ചു. അയാളുടെ കൈകൾ വിറച്ചു. അയാൾ ഇടറിക്കൊണ്ട് പറഞ്ഞു, "സാറേ, ഇത് ദിവസത്തിന്റെ തുടക്കമല്ലേ. എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ആരും വന്നില്ല. വൈകുന്നേരം വന്നാൽ പണം തരാം. ഇപ്പോൾ എന്റെ കയ്യിൽ ഒന്നുമില്ല." ഇതു കേട്ട ഇൻസ്പെക്ടർക്ക് ദേഷ്യം വന്നു. ഒന്നും ആലോചിക്കാതെ അയാൾ വൃദ്ധന്റെ കവിളിൽ ആഞ്ഞൊരു അടി കൊടുത്തു. ഇത് കണ്ട് കവിത ചൗഹാൻ അമ്പരന്നു. അവർ ഉടൻ തന്നെ മുന്നോട്ട് വന്നു പറഞ്ഞു, "നിൽക്കൂ ഇൻസ്പെക്ടർ സാറേ, നിങ്ങൾ എന്തിനാണ് ഇദ്ദേഹത്തോട് പണം ചോദിക്കുന്നത്? എന്ത് അവകാശത്തിലാണ് ഇദ്ദേഹത്തെ തല്ലിയത്? ഒരു സാധുവിനെ വെറുതെ ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്?" ഇൻസ്പെക്ടർ കവിതയെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു, "നീ ഇതിൽ ഇടപെടണ്ട. എന്താണ് കാര്യമെന്ന് നിനക്കറിയാമോ? കൂടുതൽ സംസാരിച്ചാൽ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യും. മിണ്ടാതെ അവിടെ നിൽക്ക്." കവിത ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു, "നിങ്ങൾ ചെയ്യുന്നത് തികച്ചും തെറ്റാണ്. പാവപ്പെട്ടവരിൽ നിന്ന് പണം പിരിക്കണമെന്ന് ഒരു നിയമത്തിലും എഴുതിയിട്ടില്ല. നിങ്ങൾ ഇദ്ദേഹത്തോട് ചെയ്യുന്നത് ക്രൂരതയാണ്. അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. നന്നായിക്കോളും." ഇതു കേട്ട ഇൻസ്പെക്ടർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. അയാൾ ദേഷ്യത്തോടെ കവിതയുടെ കവിളിൽ ആഞ്ഞൊരു അടി കൊടുത്തു. അടിയുടെ ശക്തിയിൽ കവിത ഒന്ന് ആടിയുലഞ്ഞെങ്കിലും സ്വയം നിയന്ത്രിച്ചു. അവർ ദേഷ്യത്തോടെ പറഞ്ഞു, "നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ഞാൻ ഇപ്പോൾ നിങ്ങളുടെ പേരിൽ FIR രജിസ്റ്റർ ചെയ്യും." ഇൻസ്പെക്ടർ ചിരിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി. "FIRോ? നിനക്ക് മനസ്സിലായില്ലേ? കൂടുതൽ സംസാരിച്ചാൽ നിനക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഇവിടുന്ന് പോ, അല്ലെങ്കിൽ ഞാൻ പിടിച്ചു തള്ളി പുറത്താക്കും." ഇൻസ്പെക്ടർ ദേഷ്യത്തോടെ മോമോസ് വിൽപ്പനക്കാരന്റെ കോളറിൽ പിടിച്ചു. "എടാ കിഴവാ, കൂടുതൽ കളിച്ചാൽ നിന്റെ തട്ടുകട ഞാൻ തകർക്കും" എന്ന് അലറി. അത് പറഞ്ഞ് ഇൻസ്പെക്ടർ തട്ടുകടയിലേക്ക് ശക്തമായി ചവിട്ടി. തട്ടുകട മറിഞ്ഞു. മോമോസ് മുഴുവൻ റോഡിൽ ചിതറി. പാവം ആ വൃദ്ധൻ പേടിച്ച് കരയാൻ തുടങ്ങി. അയാൾ മുട്ടുകുത്തിയിരുന്ന് മോമോസ് പെറുക്കിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇൻസ്പെക്ടർ വടിയെടുത്ത് വൃദ്ധന്റെ മുതുകിൽ ആഞ്ഞടിച്ചു. വൃദ്ധൻ കൈകൂപ്പി അപേക്ഷിച്ചു, "സാറേ, ഞാൻ സത്യമാണ് പറയുന്നത്. എനിക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. വൈകുന്നേരം വന്നാൽ ഞാൻ എന്ത് കിട്ടിയാലും തരാം. ദയവായി എന്നെ തല്ലരുതേ. ദയവായി എന്നോട് ക്ഷമിക്കണേ." ഇത് കേട്ട് കവിത ചൗഹാന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു പറഞ്ഞു, "അങ്കിൾ, നിങ്ങൾ മാപ്പ് പറയേണ്ട ആവശ്യമില്ല. ഇവർ പാവപ്പെട്ടവരെ ഉപദ്രവിക്കുകയാണ്. ഇവർക്ക് ഒട്ടും നാണമില്ല. വലിയ കഷ്ടപ്പാടോടെയാണ് നിങ്ങൾ കുടുംബം പോറ്റാൻ തട്ടുകട നടത്തുന്നത്. ഇവർ നിങ്ങളുടെ അധ്വാനം കൊള്ളയടിക്കുകയാണ്. ഇൻസ്പെക്ടർ സാറേ, നിങ്ങളുടെ യഥാർത്ഥ സ്ഥാനം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം." ഇൻസ്പെക്ടർ പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നിനക്ക് അത്രക്ക് ധൈര്യമോ? നീ എനിക്ക് എന്റെ സ്ഥാനം കാണിച്ചു തരുമോ? എന്റെ മുന്നിൽ നിന്റെ സ്ഥാനം എന്താണ്? പോയി നിന്റെ പണി നോക്ക്. കൂടുതൽ വാചകമടിച്ചാൽ
നിനക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ തല്ലും. ഇതൊക്കെ പറഞ്ഞ് ഇൻസ്പെക്ടറും കൂടെയുണ്ടായിരുന്ന പോലീസുകാരും തിരിച്ചു നടന്നു. പോകുമ്പോൾ ഇൻസ്പെക്ടർ തിരിഞ്ഞ് വൃദ്ധനെ ഭീഷണിപ്പെടുത്തി. വൈകുന്നേരം ഞാൻ വീണ്ടും വരും. പണം കിട്ടിയില്ലെങ്കിൽ നീയും ഉണ്ടാവില്ല, നിന്റെ തട്ടുകടയും ഉണ്ടാവില്ല. മനസ്സിലായോ? അതും പറഞ്ഞ് അവർ അവിടെ നിന്ന് പോയി. കവിത ചൗഹാൻ ഉടൻ തന്നെ ആ വൃദ്ധന്റെ അടുത്തേക്ക് ചെന്ന് സ്നേഹത്തോടെ ചോദിച്ചു, അങ്കിൾ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? വിഷമിക്കേണ്ട, വീട്ടിലേക്ക് പോകാൻ നോക്കൂ. ഞാൻ ഈ പോലീസുകാരെ പാഠം പഠിപ്പിച്ചിട്ടേ അടങ്ങൂ. വൃദ്ധൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോൾക്ക് എന്തിനാണ് എന്നെ സഹായിക്കാൻ തോന്നിയത്? അതിന്റെ പേരിൽ നിനക്ക് അടികിട്ടി. അവരെ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർ പോലീസുകാരാണ്. വർഷങ്ങളായി അവർ ഞങ്ങളെ ഉപദ്രവിക്കുന്നു. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നിനക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതെല്ലാം വിട്ടേക്ക്. കവിത ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് മറുപടി പറഞ്ഞു, ഇല്ല അങ്കിൾ, ഇനി മതി. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ അവർ ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കും. നിങ്ങൾ വിഷമിക്കേണ്ട, വീട്ടിൽ പോയി വിശ്രമിക്കൂ. അതും പറഞ്ഞ് കവിത ചൗഹാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ റോഡിൽ നടന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിൽ നിറഞ്ഞു. അവരുടെ രക്തം തിളച്ചു. അവർ മനസ്സിൽ ഉറപ്പിച്ചു, ഇവരെ ഇനി വെറുതെ വിടാൻ പാടില്ല. ആദ്യം ഈ ഇൻസ്പെക്ടറുടെ പേരിൽ റിപ്പോർട്ട് ഫയൽ ചെയ്ത് അയാളെ സസ്പെൻഡ് ചെയ്യണം. അടുത്ത ദിവസം രാവിലെ കവിത ചൗഹാൻ ഒരു സാധാരണ സ്ത്രീയുടെ വേഷത്തിൽ ഒരുങ്ങി. വെളുത്ത സാരി ധരിച്ച് ആരെയും അറിയിക്കാതെ പോലീസ് സ്റ്റേഷനിലെത്തി. അവർ അകത്തേക്ക് കയറിയപ്പോൾ തലേ ദിവസം ഇൻസ്പെക്ടറിന്റെ കൂടെയുണ്ടായിരുന്ന ഒരു പോലീസുകാരനെ കണ്ടു. കവിത നേരെ അയാളോട് ചോദിച്ചു, ഇൻസ്പെക്ടർ രാംനാഥ് എവിടെ? പോലീസുകാരൻ മറുപടി പറഞ്ഞു, മാഡം, സാർ ഒരു ആവശ്യത്തിന് നഗരത്തിലേക്ക് പോയി. SHO സാറും പുറത്തു പോയിരിക്കുകയാണ്. അപ്പോൾ തന്നെ പിന്നിലെ വാതിലിലൂടെ SHO സഞ്ജിത് ശർമ്മ അകത്തേക്ക് വന്നു. വെളുത്ത സാരി ധരിച്ച ആ സ്ത്രീയെ കണ്ടപ്പോൾ അയാൾ നേരെ കവിത ചൗഹാന്റെ അടുത്തേക്ക് പോയി. എന്താ മാഡം, എന്തിനാണ് ഇവിടെ വന്നത്? എന്താണ് നിങ്ങളുടെ ആവശ്യം? സ്റ്റേഷനിലുള്ള പോലീസുകാർക്കും SHO സഞ്ജിത് ശർമ്മയ്ക്ക് മുന്നിൽ നിൽക്കുന്ന സാധാരണക്കാരിയായ സ്ത്രീ ജില്ലയിലെ SP കവിത ചൗഹാൻ ആണെന്നും അവർ സ്വന്തം ഇൻസ്പെക്ടർക്കെതിരെ റിപ്പോർട്ട് കൊടുക്കാനാണ് വന്നതെന്നുമുള്ള കാര്യം അറിയില്ലായിരുന്നു. കവിത തന്റെ ശാന്തമായ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു, സാറേ, എനിക്ക് ഇൻസ്പെക്ടർ രാംനാഥിനെതിരെ ഒരു റിപ്പോർട്ട് നൽകണം. അയാൾ റോഡരികിൽ മോമോസ് വിൽക്കുന്ന ഒരു വൃദ്ധനെ തല്ലി. അയാളുടെ തട്ടുകട മറിച്ചിട്ടു. ഞാൻ അത് തടയാൻ ശ്രമിച്ചപ്പോൾ അയാൾ എന്നെയും തല്ലി. അയാൾ ആ പാവം മനുഷ്യനോട് വലിയ ക്രൂരതയാണ് കാണിച്ചത്. അതുകൊണ്ട് ഇൻസ്പെക്ടർ രാംനാഥിനെതിരെ FIR ഫയൽ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾ ഉടൻ തന്നെ റിപ്പോർട്ട് എഴുതണം. ഇതുകേട്ട് SHO സഞ്ജിത് ശർമ്മ ഞെട്ടിപ്പോയി. അയാൾ കവിതയെ പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആർക്കെതിരെയാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? അയാൾ ഇവിടുത്തെ ഇൻസ്പെക്ടറാണ്. നിങ്ങൾക്ക് അയാളെക്കുറിച്ച് റിപ്പോർട്ട് എഴുതാൻ കഴിയില്ല. പിന്നെ അയാൾ ഒരു അടി കൊടുത്താൽ എന്താണ് പ്രശ്നം? അതെല്ലാം വിട്ടേക്കോ. പിന്നെ ആ പാവപ്പെട്ടവന് എന്തു ചെയ്യാൻ കഴിയും? നിങ്ങൾ വെറുതെ വിഷമിക്കേണ്ട, വീട്ടിൽ പോകൂ. ഇത് കേട്ട കവിത ചൗഹാന്റെ രക്തം തിളച്ചു. അവർ ദേഷ്യത്തോടെ മറുപടി പറഞ്ഞു, എന്നെ നിയമം പഠിപ്പിക്കാൻ നോക്കണ്ട. ഈ രാജ്യത്തെ ഓരോ പൗരനും തുല്യരാണ്. അത് പാവപ്പെട്ടവനായാലും പണക്കാരനായാലും. ആരെങ്കിലും തെറ്റു ചെയ്താൽ നടപടിയെടുക്കുക തന്നെ വേണം. എല്ലാവർക്കും നീതി കിട്ടാൻ അവകാശമുണ്ട്. നിങ്ങൾ റിപ്പോർട്ട് എഴുതിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ നടപടിയെടുക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? സഞ്ജിത് ശർമ്മ ഇത് കേട്ട് ദേഷ്യത്തോടെ ശബ്ദമുയർത്തി, ഞങ്ങൾക്ക് നേരെ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിനക്ക് അത്രക്ക് ധൈര്യമോ? എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിന്നെ അകത്തിടാൻ കഴിയും. കൂടുതൽ സംസാരിക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകൂ. ഞങ്ങളുടെ ശക്തി എന്താണെന്ന് നിനക്കറിയില്ല. വേഗം ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. കവിത ചൗഹാൻ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്കും നിങ്ങളുടെ ഇൻസ്പെക്ടർക്കും നിങ്ങളുടെ യഥാർത്ഥ സ്ഥാനം എന്താണെന്ന് കാണിച്ചു തരേണ്ടി വരും. പക്ഷേ ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ, ഞാൻ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ രണ്ടുപേർക്കും ഈ സ്റ്റേഷനിൽ നിൽക്കാൻ കഴിയില്ല. എന്റെ വാക്കുകൾ ഓർമ്മയിൽ വെച്ചോളൂ. അതും പറഞ്ഞ് അവർ ദേഷ്യത്തോടെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോയി. സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസുകാരും ബാക്കിയുള്ളവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എല്ലാവരുടെയും മനസ്സിൽ ഒരേ ചോദ്യമായിരുന്നു,
ഇത്രയും ധൈര്യത്തോടെ സംസാരിച്ചു പോയ ഈ സ്ത്രീ ആരാണ്? കവിത ചൗഹാൻ വീട്ടിലേക്ക് മടങ്ങി. അവരുടെ ദേഷ്യം ഇരട്ടിച്ചു. അവർ സ്വയം പറഞ്ഞു, ഈ സ്റ്റേഷൻ വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെയുണ്ടെങ്കിൽ പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ അവർ തട്ടിയെടുക്കും. നഗരം നശിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ തന്നെ ഇവരെ പുറത്തു കൊണ്ടുവരണം. ഉടൻ തന്നെ അവർ ജില്ലാ കളക്ടറായ ആശിഷ് യാദവിന്റെ ഓഫീസിലേക്ക് പോയി. അകത്ത് കയറിയ ഉടൻ തന്നെ അവർ നടന്ന കാര്യങ്ങൾ കളക്ടറോട് പറഞ്ഞു. എല്ലാം കേട്ട് കളക്ടറുടെയും രക്തം തിളച്ചു. അദ്ദേഹം കർശനമായ ഭാഷയിൽ പറഞ്ഞു, കവിത മാഡം, നിങ്ങൾ പറഞ്ഞത് വളരെ ലജ്ജാകരമാണ്. എന്നാൽ നടപടിയെടുക്കാൻ തെളിവ് വേണം. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? കവിത ഉടൻ തന്നെ ഫോൺ എടുത്തു പറഞ്ഞു, അതെ സാറേ, എന്റെ കയ്യിൽ തെളിവുണ്ട്. ഞാൻ സ്റ്റേഷനിൽ റിപ്പോർട്ട് കൊടുക്കാൻ പോയപ്പോൾ എന്റെ ഫോണിൽ റെക്കോർഡിംഗ് ഓൺ ചെയ്തിരുന്നു. അതിൽ SHO സഞ്ജിത് ശർമ്മയുടെ എല്ലാ സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നോക്കൂ, ഈ വീഡിയോയിൽ ഇൻസ്പെക്ടർ രാംനാഥ് ആ വൃദ്ധനെ തല്ലുന്നതും അയാളുടെ തട്ടുകട മറിച്ചിടുന്നതും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫൂട്ടേജ് ഞാൻ അവിടെ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറയിൽ നിന്നും എടുത്തതാണ്. കളക്ടർ റെക്കോർഡിംഗും വീഡിയോയും കണ്ടു. അദ്ദേഹത്തിന്റെ ദേഷ്യം ആകാശമുട്ടയായി. അദ്ദേഹം പറഞ്ഞു, ഇവർ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെയുള്ള പോലീസുകാർ സ്റ്റേഷനിൽ ഉണ്ടെങ്കിൽ ആളുകൾ പേടിച്ച് ജീവിക്കുകയും അവർക്ക് നീതി ലഭിക്കാതിരിക്കുകയും ചെയ്യും. ഇനി മതി, ഞാൻ നാളെ രാവിലെ ഒരു പത്രസമ്മേളനം വിളിക്കും. അതിൽ എല്ലാ ഉന്നത ഉദ്യോഗസ്ഥരും നേതാക്കളും മാധ്യമങ്ങളും ഉണ്ടാവും. അവരുടെ മുന്നിൽ ഞാൻ ഇവരുടെ പ്രവർത്തികൾ വെളിപ്പെടുത്തി ഇവരെ സസ്പെൻഡ് ചെയ്യും. മാഡം, മീറ്റിംഗിൽ തീർച്ചയായും വരണം. കവിത ചൗഹാൻ തലയാട്ടി വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം രാവിലെ ജില്ലയിലെ ഏറ്റവും വലിയ ഓഫീസിൽ പത്രസമ്മേളനം വിളിച്ചു. മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾ മിന്നിമറഞ്ഞു. വലിയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ, ASP, SDM, ഇൻസ്പെക്ടർമാർ, IPS ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. അന്തരീക്ഷം വളരെ പിരിമുറുക്കമുള്ളതായിരുന്നു. എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് എന്താണ് വെളിപ്പെടുത്താൻ പോകുന്നത്? മീറ്റിംഗ് ഹാളിൽ നിശബ്ദത നിറഞ്ഞു. ക്യാമറകൾ ഓണായിരുന്നു. ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥരും നേതാക്കളും മാധ്യമപ്രവർത്തകരും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും മുന്നിലിരുന്നു. അപ്പോഴാണ് കളക്ടർ മൈക്കെടുത്ത് ഗൗരവത്തോടെ സംസാരിച്ചത്. ഇന്ന് ഞാൻ നിങ്ങളോട് വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. നമ്മുടെ ജില്ലയിലെ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ രാംനാഥും SHO സഞ്ജിത് ശർമ്മയും പോലീസ് യൂണിഫോമിൽ കളങ്കമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. ജനങ്ങളെ സംരക്ഷിക്കേണ്ട യൂണിഫോം ധരിച്ച് ഇവർ പാവപ്പെട്ടവരെ ഉപദ്രവിക്കുകയും നിയമത്തെ പരിഹസിക്കുകയും ചെയ്തു. അദ്ദേഹം ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ഹാളിൽ ആളുകൾ പരസ്പരം അടക്കം പറയാൻ തുടങ്ങി. എല്ലാവരും അമ്പരപ്പോടെ പരസ്പരം നോക്കി. അപ്പോഴാണ് കളക്ടർ മൈക്ക് SP കവിത ചൗഹാന് നേരെ നീട്ടിയത്. കവിത ചൗഹാൻ ആത്മവിശ്വാസത്തോടെ മൈക്കെടുത്തു പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പോലീസിന്റെ ജോലി ജനങ്ങളെ സേവിക്കുക എന്നതാണ്. എന്നാൽ ഇതേ പോലീസ് ജനങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ നമ്മൾ ശബ്ദമുയർത്തേണ്ടി വരും. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ എന്റെ സ്വന്തം ഇൻസ്പെക്ടർ രാംനാഥിനെയും SHO സഞ്ജിത് ശർമ്മയെയും പാവപ്പെട്ടവരിൽ നിന്ന് പണം പിരിക്കുന്നതും തല്ലുന്നതും നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതും നേരിട്ട് കണ്ടു. ഞാൻ തന്നെ ഇതിന് തെളിവുകൾ ശേഖരിച്ചു. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ അത് കാണുക. അത്രയും പറഞ്ഞ് ഹാളിലെ വലിയ സ്ക്രീനിൽ വീഡിയോ ഓൺ ചെയ്തു. വീഡിയോയിൽ ഇൻസ്പെക്ടർ രാംനാഥ് വഴിയരികിലെ ഒരു വൃദ്ധനെ തല്ലുന്നതും തട്ടുകട മറിച്ചിടുന്നതും ഭീഷണിപ്പെടുത്തുന്നതും വ്യക്തമായി കാണാമായിരുന്നു. വീഡിയോ അവസാനിച്ചപ്പോൾ ഹാളിൽ വലിയ ശബ്ദ കോലാഹലം ഉണ്ടായി. മാധ്യമപ്രവർത്തകർ ക്യാമറയുടെ ഫ്ലാഷ് കൂട്ടി. പല നേതാക്കളും ദേഷ്യത്തോടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ തുടരാൻ ഒരു അവകാശവുമില്ല. ഉടൻ തന്നെ നടപടിയെടുക്കണം. തുടർന്ന് കവിത ചൗഹാൻ തന്റെ ഫോണിലെ റെക്കോർഡിംഗ് എല്ലാവരെയും കേൾപ്പിച്ചു. അതിൽ SHO സഞ്ജിത് ശർമ്മയുടെ അനാവശ്യ സംസാരങ്ങളും റിപ്പോർട്ട് നൽകാത്തതിന്റെ കാരണങ്ങളും വ്യക്തമായി കേൾക്കാമായിരുന്നു. ഇപ്പോൾ അന്തരീക്ഷം കൂടുതൽ ചൂടുപിടിച്ചു. എല്ലാവരും ദേഷ്യത്തിലായിരുന്നു. അപ്പോഴാണ് കളക്ടർ ആശിഷ് യാദവ് വീണ്ടും മൈക്കെടുത്ത് കർശനമായ ശബ്ദത്തിൽ പറഞ്ഞത്, ഇന്നു മുതൽ ഇൻസ്പെക്ടർ രാംനാഥിനെയും
SHO സഞ്ജീത് ശർമ്മയെയും അടിയന്തരമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അവർക്കെതിരെ വകുപ്പ് തലത്തിൽ നടപടി ആരംഭിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ വകുപ്പിൽ ഒരു സ്ഥാനവുമില്ല. പോലീസായാലും ശരി, ആരും നിയമത്തിന് മുകളിലല്ല. ഹാൾ കയ്യടികളാൽ നിറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ക്യാമറകൾ തുടർച്ചയായി മിന്നിമറഞ്ഞു. പല നേതാക്കളും മുന്നോട്ട് വന്ന് കളക്ടറുടെ തീരുമാനത്തെ പിന്തുണച്ചു. അപ്പോൾ ഒരു മുതിർന്ന നേതാവ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, കവിത മേഡത്തെ പോലുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ് ഈ ജില്ലയുടെ അഭിമാനം. നിങ്ങളെടുത്ത ഈ തീരുമാനം സാധാരണ ജനങ്ങൾക്ക് പോലീസിനോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കും. കവിത ചൗഹാൻ മൈക്കെടുത്തു പറഞ്ഞു. ഈ പോരാട്ടം ആ വൃദ്ധനായ തട്ടുകടക്കാരന് വേണ്ടി മാത്രമായിരുന്നില്ല. വർഷങ്ങളായി നിശബ്ദമായി അനീതി സഹിക്കുന്ന ഓരോ പാവപ്പെട്ടവനും വേണ്ടിയായിരുന്നു. ഇനി ഒരു സാധുവും ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിയമം എല്ലാവർക്കും തുല്യമാണ്. ഹാൾ കൈയടിക്കാൻ തുടങ്ങി. ഇൻസ്പെക്ടർ രാംനാഥിനെയും SHO സഞ്ജീത് ശർമ്മയെയും ആ മീറ്റിംഗിന് ശേഷം പോലീസ് സംരക്ഷണത്തിൽ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. അവർ രണ്ടുപേരുടെയും മുഖത്ത് നാണക്കേടും ദേഷ്യവും വ്യക്തമായി കാണാമായിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ കവിത ചൗഹാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, ഇന്നിവിടെ ഒരു മാതൃക സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജില്ലയിൽ ഒരു പാവപ്പെട്ടവനും നീതിക്ക് വേണ്ടി അലയേണ്ടി വരില്ല. ജനങ്ങളെ ഉപദ്രവിക്കുന്ന ആർക്കും ഇതേ ഫലം തന്നെയായിരിക്കും. അന്നു മുതൽ ആ വാർത്ത ജില്ലയിലെങ്ങും ചർച്ചയായി. SP മാഡം അത് ചെയ്തു കാണിച്ചു. പാവപ്പെട്ട തട്ടുകടക്കാരനായ അങ്കിളിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. പക്ഷെ ഇത്തവണ അത് വേദനയുടെ കണ്ണുനീരായിരുന്നില്ല, ആശ്വാസത്തിന്റെ കണ്ണുനീരായിരുന്നു. കവിത ചൗഹാന്റെ ഈ ധീരമായ നടപടിയിൽ നിന്ന് ജില്ലയിലാകമാനം ഒരു പുതിയ സന്ദേശം ഉയർന്നു. നിയമം എല്ലാവർക്കും തുല്യമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള വളരെ മൂല്യമുള്ള അർത്ഥവത്തായ കഥകൾക്കും വീഡിയോകൾക്കും വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.